തൊഴിൽ പീഡനം നേരിട്ടെന്ന് പരാതി നൽകിയ കയർ ബോർഡ് ജീവനക്കാരിയുടെ കത്തും ശബ്ദ സന്ദേശവും പുറത്ത്. തന്നെ വേട്ടയാടിയത് കയർ ബോർഡ് മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ലയും ചെയർമാൻ വിപുൽ ഗോയലും ചേർന്നാണ് എന്ന് ജോളി മധുവിന്റെ ശബ്ദ സന്ദേശം. കയർ ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ മുൻ കയർ ബോർഡ് സെക്രട്ടറിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് PS സുനിൽകുമാറിന്റെ മകനും രംഗത്തെത്തി. അപ്പോൾ ശുക്ലയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ശുക്ലയ്ക്കാണ് എന്നോട് ദേഷ്യവും. അയാൾ കക്കാനായിട്ട് ഒത്തിരി ഫയലുകളിൽ എഴുതിയതെല്ലാം ഞാൻ ഉടക്കി. അതിന്റെ റിവഞ്ചാണ് ഈ തീർക്കുന്നത് മുഴുവനും. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന് മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ലയും ചെയർമാൻ വിപുൽ ഗോയലും വേട്ടയാടിയെന്നാണ് ജോളി സുഹൃത്തിന് അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഇവരുടെ മുൻപിൽ ചെല്ലാൻ തനിക്ക് ധൈര്യമില്ലെന്നും ഇംഗ്ലീഷിൽ എഴുതി പൂർത്തിയാക്കാത്ത ജോളിയുടെ കത്തിലുണ്ട്. കയർ ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ മുൻ കയർ ബോർഡ് സെക്രട്ടറിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് PS സുനിൽകുമാറിന്റെ മകനും രംഗത്തെത്തി. പക്ഷാഘാതം ബാധിച്ച പിതാവിനെ ഉദ്യോഗസ്ഥർ വേട്ടയാടിയെന്ന ആരോപണം. ഈ പറഞ്ഞ കുറെ ഹയർ ഒഫീഷ്യൽസിന്റെ ഹൈലി കറപ്റ്റഡ് ആണ്, എക്സ്ട്രീംലി കറപ്റ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് പറയണ അവരുടെ ഒപ്പം നിൽക്കണില്ല എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ ട്രാൻസ്ഫർ ചെയ്യണം. കൊൽക്കത്തയിലേക്ക് ഒരു ട്രാൻസ്ഫർ വന്നു. സത്യസന്ധയായ ഉദ്യോഗസ്ഥയായിരുന്നു ജോളി മധു. കുടുംബത്തിന്റെ ആരോപണം ഗുരുതരമാണ്. വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടക്കുമെന്ന് കയർ ബോർഡ് മുൻ ചെയർമാൻ കുപ്പുരാമു ദുരൈപ്പാണ്ടി. ജോളിയുടെ മൃതദേഹം ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ സംസ്കരിച്ചു. കയർ ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ ജോളി മധുവിന്റെ കുടുംബം DGPക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. കയർ ബോർഡ് ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കെതിരെ നിരവധി പരാതികളാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയിരിക്കുന്നത്. പരാതി പകർപ്പുകൾ 24ന് ലഭിച്ചു. അഴിമതിക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് CITU എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കയർ ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കയർ ബോർഡിലെ അഴിമതിക്കാരായ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാടെടുത്തതാണ് ജോളി മധുവിനെതിരെയുള്ള തൊഴിൽ പീഡനത്തിന് കാരണം. ദൗർഭാഗ്യകരം. ഏതുന്നതനാണെങ്കിലും വേട്ടക്കാർ നിയമത്തിന് മുൻപിൽ വരണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.